പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലെ. കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ വീഡിയോ തമിഴ്നാട് സ്റ്റൈലിൽ കോവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുക, ലൈക്കുകൾ നൽകുക, ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരെ, ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ 15ഓളം അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇതിനാവശ്യമുള്ള കൂടുതലാണ്. നമ്മൾ ഇഞ്ചി ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അടുത്തതായി വേണ്ടത് നമ്മളുടെ കോവയ്ക്കയാണ്. നല്ല ഫ്രഷ് കോവയ്ക്കയാണ്. ഇത് നല്ലതുപോലെ വിളഞ്ഞ കോവയ്ക്കാണ്, പഴുത്തു പോയതല്ല. നമുക്ക് ഇതുപോലുള്ള കോവയ്ക്ക ഉപയോഗിക്കാം. നമുക്ക് ഈ കോവയ്ക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക അരിഞ്ഞെടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് പോലെ ചരിച്ച് വേണം നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കാൻ. അത് എന്താണെന്ന് കൂട്ടുകാരോട് പറയാം. കൂട്ടുകാരെ, വീഡിയോ കാണുന്ന കൂട്ടുകാരെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ചില കൂട്ടുകാരെ ആദ്യമൊക്കെ കണ്ടിട്ട് കമൻറ്റ് ഇടാറുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. നമ്മൾ ഇങ്ങനെ കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ചേർക്കുന്ന ചേരുവകൾ ഈ കോവയ്ക്കുള്ളിൽ നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് കോവയ്ക്ക നമ്മൾ ചരിച്ച് എടുക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്കയാണ്. നമ്മൾ കോവയ്ക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതൊന്നും പഴുത്തു പോയതല്ല, അങ്ങനെയുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മളൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് പൊടിയാണ്. നമ്മൾ 1 ടീസ്പൂണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മൾ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എരിയില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോ മാറ്റി വെക്കാം. ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മളതിൽ ചീനിച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഏറെ നാൾ നല്ലെണ്ണ ഉപയോഗിച്ചാൽ നിലനിൽക്കും. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുൻപ് മസാല പറ്റി വെച്ചിരുന്ന കോവയ്ക്ക എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നമ്മൾ ആ കോവയ്ക്കയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കോവയ്ക്ക ഒരു പകുതി വേഗ് ആകുന്നിടം വരെ നമ്മൾ അത് വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ വേവ് ആകേണ്ട കാര്യമില്ല, പകുതി വേവ് മാത്രമായാൽ മതി. നമ്മുടെ കോവയ്ക്കയിലൊക്കെയുള്ള ഉപ്പ് പിടിച്ചു എന്ന് നോക്കാം. ഉപ്പൊക്കെ ഒരുമാതിരി പിടിച്ചിട്ടുണ്ട്. നമുക്കത് ഇനിയും കോരി എടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മളത് കോരി മാറ്റുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ ചാനലിൽ നിരവധി പാചക ടിപ്പുകളുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അടുത്തായിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും
ആഡ് ചെയ്യുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അത് ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമുക്ക് തീയിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ചൂട് കാരണം അല്പം കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കും. ശേഷം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പിക്കിൾ പൗഡറാണ്. അതാണ് അച്ചാർ പൗഡറാണ്. അല്ലാതെ ഉപയോഗിക്കുന്നവർക്കല്ലാതെ തന്നെ ചേരുവകൾ ചേർത്ത് എടുക്കാനും സാധിക്കും. അത് ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ നമുക്ക് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരിയും ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് തീയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ പരുവമാണ്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാർ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി തണുക്കാനായി വെക്കാം. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മളുടെ കോവയ്ക്ക അച്ചാർ റെഡിയായിരിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മളുടെ അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഇത് ഒരു 2 ആഴ്ചയോളം, അതായത് നല്ലെണ്ണയിൽ വെക്കുകയാണെങ്കിൽ ദീർഘനാൾ നിൽക്കും. വെളിച്ചെണ്ണയിലും മറ്റുള്ള ഓയിലിലും ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചയോളം നിൽക്കും. നല്ല ഭരണിയിലോ കുപ്പിയിലോ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരെ ഫോളോ ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.